ഇനി ഒരു പോസിറ്റീവ് ഇൻസ്പയറിംഗ് സ്റ്റോറിയിലേക്കാണ്. പരിമിതികളെ അതിജീവിച്ച് സിവിൽ സർവീസസ് പരീക്ഷയിൽ ഒരു ചരിത്ര വിജയം. സെറിബ്രൽ പാൾസിയോട് പൊരുതിക്കൊണ്ട് സിവിൽ സർവീസസ് പരീക്ഷയിൽ 860 റാങ്ക് നേടിയിരിക്കുന്നു കണ്ണൂരിലെ മുഹമ്മദ് ഷെസിൻ എന്ന യുവാവ്. തിരുവനന്തപുരത്തെ ഐലേൺ IAS പരിശീലനമാണ് ഈ അതുല്യ നേട്ടത്തിലേക്ക് മുഹമ്മദ് ഷെസിനെ എത്തിച്ചത്. 6-ാം വയസ്സിൽ ബാബ കല്യാണി എന്ന മോഹൻലാൽ സിനിമ കണ്ടാണ് കണ്ണൂർ സ്വദേശി മുഹമ്മദ് ഷെസിൻ IPS എന്ന ലക്ഷ്യം മനസ്സിൽ ഉറപ്പിച്ചത്. ആഗ്രഹം ആദ്യം പറഞ്ഞത് അധ്യാപികയായ ഉമ്മയോട്. സ്നേഹവും പിന്തുണയും നൽകി ഉമ്മ ഷെസിനൊപ്പം നിന്നു. ഒടുവിൽ സെറിബ്രൽ പാൾസി എന്ന ഗുരുതരമായ നാഡീരോഗത്തോട് പൊരുതി ജീവിക്കുന്ന മുഹമ്മദ് ഷെസിൻ സിവിൽ സർവീസസ് പരീക്ഷയിൽ 860 റാങ്ക് കരസ്ഥമാക്കി. ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ഒരാൾക്ക് IPS പോലുള്ള സർവീസ് പറ്റില്ല, യൂണിഫോം സർവീസ് ഇല്ല. അപ്പം അത് തോന്നി അങ്ങനെ ഇല്ലല്ലോ, എന്തെങ്കിലും ഒരു പിന്നെ ഒന്നുകൂടി കുറച്ചുകൂടി ഡീപ്പായിട്ടൊന്ന് റിസർച്ച് ചെയ്തു. അപ്പം മനസ്സിലായി IPS അല്ല IAS ആണ് എന്ന്. അപ്പം അങ്ങനെ തുടങ്ങിയ ആഗ്രഹമാണ്. ഐലേൺ IAS PCM കോഴ്സിലൂടെയായിരുന്നു ഷെസിന്റെ സിവിൽ സർവീസ് പരിശീലനം. അവിടുത്തെ ചിട്ടയായ ഷെഡ്യൂളും ടെസ്റ്റുകളും കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുമാണ് തന്റെ ഈ വലിയ വിജയത്തിന് പിന്നിലെ പ്രധാന കാരണമെന്ന് ഷെസിൻ അഭിമാനത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നു. പോയി അപ്പം ഐലാൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടായിരുന്നു. അപ്പം ഓഫീസ് അവേഴ്സ് കഴിഞ്ഞ് ഞാൻ കുറച്ച് സമയം മാറ്റി വെച്ചു, ഒരു മണിക്കൂർ മാറ്റി വെച്ചു. പിന്നെ വീക്കെൻഡ്സ് കൃത്യമായിട്ട് ഐലാൻഡ് ക്ലാസ്സസും എൻ്റെ നോട്ട്സും യൂട്യൂബ് വീഡിയോസൊക്കെ ആയിട്ടായിരുന്നു പ്രിപ്പറേഷൻ ചെയ്യുന്നത്. സ്വപ്നങ്ങൾ കാണാനും അത് നേടിയെടുക്കാനും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒരിക്കലും ഒരു തടസ്സമല്ലെന്ന് മുഹമ്മദ് ഷെസിൻ തെളിയിച്ചിരിക്കുന്നു. നിശ്ചയദാർഢ്യവും കരുത്തുമുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും മറികടന്ന് വിജയം നേടാമെന്ന് മുഹമ്മദ് ഷെസിന്റെ വിജയം തെളിവാണ്. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.